ഹായ് ഗൈസ്, ആക്സസിബിൾ ടെക് വേൾഡ് ഫോർ ദ വിഷ്വൽ ഇംപേർഡ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് അതിനുശേഷമാണ് പുതിയൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. വ്യക്തിപരമായ പല തിരക്കുകൾ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ലോങ് ഗ്യാപ്പ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്രീഡം സയൻറ്റിഫിക് ജോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ റിലീസ് ചെയ്തിട്ട് കുറച്ച് നാളായി, ജോസ് 2025. ഇത് ഫ്രീഡം സയൻറ്റിഫിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നോ ബിഗ് ഡീൽ, ഓൺലി ജസ്റ്റ് ദീസ് 3 things: ഹൗ ടു ഡൗൺലോഡ് ജോസ് ഫ്രം ഫ്രീഡം സയൻറ്റിഫിക്, ഹൗ ടു ഇൻസ്റ്റാൾ ആൻഡ് ഹൗ ടു ആക്ടിവേറ്റ് ഇറ്റ്. അധികം ആമുഖഭാഷണമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഇത് ചെയ്യാം എന്ന് നോക്കി വരാം. ആദ്യം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ജോസ് 2025 ഫ്രീഡം സയൻറ്റിഫിക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ബ്രേവ് ആണ് ഓപ്പൺ ചെയ്യുന്നത്, എൻ്റെ ഡിഫോൾട്ട് ബ്രൗസർ. ഇവിടെ എൻ്റർ ചെയ്യുന്നു. ബ്രേവ് ഓപ്പൺ ആയി. നിലവിൽ എൻ്റെ ഫോക്കസ് ഉള്ളത് അഡ്രസ് ആൻഡ് സെർച്ച് ബാറിലാണ്. ഇവിടെ സെർച്ച് കീവേഡായിട്ട് ഞാൻ കൊടുക്കുന്നത് ജോസ് 2025 ഡൗൺലോഡ് എന്നാണ്. ഓക്കെ, JAWS 2025 സ്പേസ് ഡൗൺലോഡ്. അത് അപ്പർ കേസ് ലോവർ കേസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കുകയാണ്. ജോസ് 2025 ഡൗൺലോഡ്. ഇവിടെ സെർച്ച് ചെയ്യുന്നു, പ്രസിംഗ് എൻ്റർ. സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് ഹെഡിംഗ് ലെവൽ 3 വെച്ച് നാവിഗേറ്റ് ചെയ്യാണ്. അതിനായി ആൽഫാന്യൂമറിക്സ് 3 പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് കാണുന്ന ലിങ്കാണ് ഫ്രീഡം സയൻറ്റിഫിക്കിൻ്റെ ജോസ് 2025 ഡൗൺലോഡ് ലിങ്ക്. യെസ്, ജോസ് ഡൗൺലോഡ്സ്. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ജോസിൻ്റെ ഡൗൺലോഡ് പേജിലെത്തി. ഇപ്പോൾ പേജിൻ്റെ ടോപ്പിലാണുള്ളത്. ഇവിടെ നിന്ന് ഡൗൺലോഡിൻ്റെ മെയിൻ ഹെഡിങ്ങിലേക്ക് പോകാനായിട്ട് ആൽഫാന്യൂമറിക്സ് 1 പ്രസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ജോസിൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ജോസ് 2025 കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അത് വായിച്ച് നോക്കാം. ഞാൻ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ജോസ് 2025 ഓൺലൈൻ ഇൻസ്റ്റാളറാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓഫ്ലൈൻ ഇൻസ്റ്റാളറും ഈ പേജിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൺലൈൻ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാണ്. അതിനായിട്ട് ലിങ്ക് ബൈ ലിങ്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് K പ്രസ് ചെയ്യുന്നു. വാട്ട്സ് ന്യൂ ജോസ് 2025 വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓൺലൈൻ ഇൻസ്റ്റാളർ. 2024 ഒക്ടോബറിൽ റിലീസ് ചെയ്തതാണ്. 2025 ഓൺലൈൻ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണിത്. ഓൺലൈൻ ഇൻസ്റ്റാളർ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം നമുക്കില്ലെങ്കിൽ, ഓഫ്ലൈൻ ഇൻസ്റ്റാളർ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതിനായിട്ട് ഓഫ്ലൈൻ ഇൻസ്റ്റാളർ ഫോർ സെക്യൂർ എൻവയോൺമെൻറ്റ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഓഫ്ലൈൻ ഇൻസ്റ്റാളർ ഫോർ സെക്യൂർ എൻവയോൺമെൻറ്റ്. ഇതാണ് ഓഫ്ലൈൻ ആയിട്ട് ജോസ് ഫുൾ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. ഇത് അറൗണ്ട് ഒരു 1.5 GB അടുത്തെങ്കിലും സൈസ് വരും. സോ ഞാനിവിടെ ഓൺലൈൻ ഇൻസ്റ്റാളറാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ലിങ്കാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നതോടുകൂടി ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുന്നു. ഡൗൺലോഡിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ അനായാസം നമുക്ക് ജോസിൻ്റെ ഏത് ഫയലും ഈ ഡൗൺലോഡ് പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ബ്രേവ് ക്ലോസ് ചെയ്യാണ്. ശേഷം ജോസിൻ്റെ ഓൺലൈൻ ഇൻസ്റ്റാളർ ഫയൽ റൺ ചെയ്യുന്നു. ഡൗൺലോഡ്സ് ഫോൾഡറിലാണ് ജോസ് സെറ്റപ്പ് ഫയൽ ഉള്ളത്. സോ ഞാൻ ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്.
Download File Explorer. Items view list. Selected. Domain grouping expanded. J2025.241.106.400 and 1 of 15. ഇതാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. 15 MB അടുത്ത സൈസ് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ഇൻസ്റ്റാളർ ആണല്ലോ. ഈ ഫയൽ റൺ ചെയ്യുമ്പോൾ നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. ഞാൻ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. Show hidden icons, but quick tray input indicate network motor engine 50 fusion 5G internet access button. ഓൾറെഡി നെറ്റ് കണക്റ്റഡ് ആണ്. ഇനി ഈ ഫയൽ നമുക്ക് റൺ ചെയ്യാം. J2025.241.1. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നതോടുകൂടി ജോസ് ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറാണ് സ്റ്റാർട്ട് ആവുന്നത്. എൻ്റർ. Window dialog. Download File Explorer. Item secure desktop. യൂസർ അക്കൗണ്ട് പെർമിഷൻ ആണ്. User account control dialog. User account control. You want to allow us to make changes to your device. Freedom Scientific JAWS 2025 verified publisher. Freedom Scientific Inc. File origin. Hard drive on this computer. Show more details. No button alt N. ഇത് യെസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ Alt Y പ്രസ് ചെയ്യുന്നു. Alt Y for യെസ്. Download File Explorer unavailable. Initialize Windows setup. വെയിറ്റ് ചെയ്യണം. To start narrator for speech, press Ctrl plus Windows key plus enter. ജോസ് ഇൻസ്റ്റലേഷൻ വിൻഡോ വന്നിട്ടുണ്ട്. ഫോക്കസ് നോക്കാം. JAWS install row 1 column 2 2 of 3. ഇവിടെ നിന്ന് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ JAWS install column 3. JAWS install window. JAWS install dialog to start narrator for speech. Press Ctrl Windows key enter. Continue button symbol 1B. ജോസ് ഇൻസ്റ്റലേഷൻ വിൻഡോ ആണിത്. ഈ കണ്ടിന്യൂ ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. എൻ്റർ ഓർ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാണ്. Accept the license agreement checkbox not checked. ഈ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിത് സ്പേസ് ബാർ പ്രസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. Checked. ടാബ്. Install button carriage return. ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുകയാണ്. ശേഷം പ്രോഗ്രസ് ബാർ 100 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ടൈം എടുക്കും. ഓഫ്ലൈൻ ആണെങ്കിൽ ഫുൾ പാക്കേജ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ റാം, പ്രൊസസ്സർ ഇവയുടെയൊക്കെ സ്പീഡ് അനുസരിച്ച് വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. ഞാനിവിടെ Install button focus carriage return. ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുകയാണ്. Progress R0. സ്റ്റാർട്ടഡ്. 1%. 100 വരെ വെയിറ്റ് ചെയ്യണം. 12%. 22%. 33%. 1.5 GB അടുത്ത സൈസ് ഉണ്ട്. 43%. 53%. ഈ നോക്ക് സൗണ്ട് കേൾക്കുന്നത് പ്രോഗ്രസ് ബാർ ആണ് കേട്ടോ. 63%. 74%. 84%. 95%. 100. Close button symbol 1B. അങ്ങനെ ഡൗൺലോഡിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലോസ് ബട്ടൺ കാണാം. ഞാനിനി ക്ലോസ് ബട്ടൺ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നു. Download File Explorer. Items view list. ഇൻസ്റ്റലേഷൻ വിൻഡോ ക്ലോസ് ആയി. നിലവിൽ നമ്മൾ ജോസ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈൻ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്തു. അതുപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ നിർബന്ധമായി സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ റീസ്റ്റാർട്ട് ആവശ്യപ്പെടും. അതല്ല എങ്കിൽ ജോസ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ഇവിടെ ഏതായാലും ഇതുവരെ ജോസ് സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ ഈ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം എങ്ങനെ ജോസ് ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്തു വരുമ്പോൾ ജോസ് എന്തായാലും സ്റ്റാർട്ടാവും. ഞാൻ ഏതായാലും സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ജോസ് സ്റ്റാർട്ടാവും. ജോസ് എത്തി. ജോസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഞാൻ NVIDIA ക്വിറ്റ് ചെയ്യുകയാണ്. കാരണം ജോസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആക്ടിവേഷൻ നടക്കുള്ളൂ. ഇവിടെ ഒരു ഡെമോ മെസ്സേജ് വരും. ആ മെസ്സേജ് ഉണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് 40 minute മോഡ് എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഞാനേതായാലും NVIDIA ക്വിറ്റ് ചെയ്യുകയാണ്. NVIDIA ക്വിറ്റ് ചെയ്തു. ഇനി ഓൾട്ട് ടാബ് പ്രസ് ചെയ്ത് നോക്കാം. ഇതുവരെ എന്തായാലും ഡെമോ മെസ്സേജ് ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ കണ്ടിന്യൂ വിത്ത് 40 minute മോഡ് കൊടുത്ത ശേഷം ഇനി പറയാൻ പോകുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇതിനായിട്ട് ജോസിൻ്റെ ഒരു ആക്ടിവേഷൻ സ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജോസ് നമുക്കറിയുന്നത് പോലെ ഫ്രീഡം സയൻറ്റിഫിക്കിൻ്റെ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണത്. പേ ചെയ്താണ് ഉപയോഗിക്കാൻ പറ്റുക. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമല്ല. $1500 ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. ഇത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്. ജോസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് വേണം. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോവാണ്. ഒരല്പം സ്പീഡ് കൂട്ടുന്നു ജോസിൻ്റെ. ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ആയി. Last month expanded. JAWS 2025 crack file folder 16 of 17. To move to an item, press the arrow keys. ഇതാണ് ഫോൾഡർ. എൻ്റർ ചെയ്യുന്നു. Enter. Downloads. JAWS 2025 crack dash file explorer. Items view multi-select list box. Working on the ... Items view multi-select list box. Last month expanded. Run crack. Windows command script 1 KB 1 of 3. To move to an item, press the arrow keys. ഈ ഫോൾഡറിനുള്ളിൽ 3 ഐറ്റംസ് ഉണ്ട്. 2 സബ് ഫോൾഡറും ഒരു CMD ഫയലാണുള്ളത്. ഈ CMD ഫയൽ സെക്കൻഡ് സ്റ്റേജിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മുടെ OS ആർക്കിടെക്ചർ ഏതാണോ
അല്ലെങ്കിൽ നമ്മൾ ഏത് ആർക്കിടെക്ചർ ബേസ് ചെയ്ത് ജോസ് ആണ് ഉപയോഗിക്കുന്നത്, ഫോർ എക്സാമ്പിൾ 32 ബിറ്റ് 64 ബിറ്റ്. വിൻഡോസ് 11 ആണെങ്കിൽ തീർച്ചയായിട്ടും 64 മാത്രമായിരിക്കും. അത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കണം. ഇവിടെ രണ്ടും കാണാം. 32 64. ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് 64 ബിറ്റ് ആണ്. ഞാൻ ഈ 64 എൻ്റർ ചെയ്യുന്നു. ഇത് ഫയൽ ഫോൾഡർ ആണ്. ഈ സബ് ഫോൾഡറിനുള്ളിൽ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. version.dll എന്ന് പറയുന്ന ഒരു DLL ഫയലാണ്. ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ നിന്ന് കോപ്പി എടുക്കുക. Then go to desktop. Windows M. Desktop. Folder view list view. JAWS 2025. 10 of 58. To move the item, use the arrow keys. To edit the selected item, press F2. ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ജോസിൻ്റെ ഐക്കൺ കണ്ടെത്തുക ബൈ പ്രസിംഗ് J. ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗിക്കാം. എൻ്റെ ഫോക്കസ് ഓൾറെഡി ജോസ് 2025 ഐക്കൺ തന്നെയാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. ശേഷം അപ്പ് ആരോ പ്രസ് ചെയ്യുന്നു. കാരണം വിൻഡോസ് 11 കോണ്ടെക്സ്റ്റ് മെനുവിൽ ചെറിയ വ്യത്യാസമുണ്ട്. 10 പോലെയല്ല. അപ്പ് ആരോ പ്രസ് ചെയ്ത് ഷോ മോർ ഓപ്ഷൻ എന്ന ഈ ഒരു ഐറ്റം എൻ്റർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന ഐറ്റം കണ്ടെത്തുക. ഡൗൺ ആരോ. ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ജോസ് 2025 ഡയറക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത DLL ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യണം. പ്രസിംഗ് Ctrl V. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ റിപ്ലേസ് ഓർ സ്കിപ്പ് ഫയൽ എന്ന ഒരു ഡയലോഗ് ചോദിക്കും. നമ്മളിവിടെ റിപ്ലേസ് ഫയൽ ഇൻ ദ ഡെസ്റ്റിനേഷൻ എന്ന ബട്ടൺ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. റിപ്ലേസ് ദ ഫയൽ ഇൻ ദ ഡെസ്റ്റിനേഷൻ. ഞാനിവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Copying one item from 64 to 2025-0% complete. Pause the operation. Checkbox not checked. To check, press space bar. Not checked. ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്തു. ശേഷം ഫോൾഡർ ക്ലോസ് ചെയ്യുന്നു. Alt F4. Desktop. JAWS 2025 crack-file explorer. Items view multi. ശേഷം run crack.cmd എന്ന ഈ CMD ഫയൽ അഡ്മിൻ പെർമിഷൻ കൊടുത്ത് റൺ ചെയ്യുന്നു. Run crack 1 of 3. ഈ ഫോൾഡറിലെ ഫസ്റ്റ് ഐറ്റം ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. Applications. To navigate, press up or down arrow. Pop-up cut. ശേഷം ഡൗൺ ആരോ പ്രസ് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എൻ്റർ ചെയ്യുന്നു. Copy can paste can rename it share delete open enter what share to run as administrator 3 of 10 a. ഇവിടെ enter pop-up leaving menus items view list box. To move to an item press the arrow keys. Windows dialog Windows protected your PC. ഈ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഡിഫൻഡർ നമുക്കിങ്ങനെ ഒരു വാർണിംഗ് തരും. അത് കുഴപ്പമില്ല. ഇവിടെ link more info എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. Enter more info link. അതിനുശേഷം ഡൗൺ ആരോ പ്രസ് ചെയ്താൽ റൺ എനിവേ ബട്ടൺ കിട്ടും. Run anyway button. ഈ റൺ എനിവേ എന്നുള്ളത് കൊടുക്കുക. ഇത് എപ്പോഴും ചോദിക്കണമെന്നില്ല. ചില സിസ്റ്റങ്ങളിൽ ഇത് ചോദിച്ചേക്കാം. ഞാനിവിടെ റൺ എനിവേ കൊടുക്കുന്നു. Enter JAWS 2025 crack-file explorer items view list box. To activate press enter. യൂസർ അക്കൗണ്ട് പെർമിഷൻ കൊടുക്കണം. User account control dialog. Do you want to allow this app to make changes to your device? Windows. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തതുകൊണ്ടാണ് ഈ യൂസർ അക്കൗണ്ട് ചോദിക്കുന്നത്. കാരണം അഡ്മിൻ പെർമിഷൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഞാനിവിടെ യെസ് കൊടുക്കുന്നു. Alt Y $$ secure look background window. C:\windows/system32\cmd.x. ജോസ് സ്റ്റക്കായി പോവുകയാണെങ്കിൽ കാര്യമാക്കണ്ട. NVDA കൊണ്ടുവരിക ബൈ പ്രസിംഗ് Alt Ctrl N. ദെൻ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. നോക്കാം. യെസ്, ജോസ് ഓഫ് ആയിട്ടുണ്ട്. Alt Ctrl N. NVDA സ്റ്റാർട്ടായി. Loading NVDA. Please wait. Desktop list. ഇനി ഏതായാലും നമുക്ക് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. ധൈര്യമായി ജോസ് ഉപയോഗിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ജോസ് ഉപയോഗിച്ച് തുടങ്ങാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.